ഇന്നൊരു ഇറ്റാലിയൻ ഡിഷായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ലസാനിയ ബേസിക്കലി 3 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് ഉണ്ടാവും, റെഡ് സോസ് ഉണ്ടാവും, അതേപോലെ തന്നെ വൈറ്റ് സോസും ഉണ്ടാവും. പിന്നെ ഒരു ലസാനിയ ഷീറ്റ്സ് യൂസ് ചെയ്യും. നമ്മളിവിടെ ലസാനിയ ഷീറ്റ് ഇല്ലാതെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂട്ടിയിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വെജീസ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. ഞാൻ കോളിഫ്ലവർ, ക്യാരറ്റും, ബീൻസും പിന്നെ ക്യാപ്സിക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനുശേഷം ഞാൻ വെജിറ്റബിൾസിൻ്റെ പകരം നമുക്ക് മീറ്റോ ചിക്കനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ വെജിറ്റബിൾസും റെഡ് സോസും കൂടി ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ലാസ്റ്റിൽ പറയാം. അപ്പോൾ റെഡ് സോസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടൊമാറ്റോ നല്ലോണം പ്യൂറി ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് നല്ല വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഈ ടൊമാറ്റോ പ്യൂരി നല്ലോണം പറ്റിച്ച് നമുക്ക് എടുക്കാം. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ബോയിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നേരത്തെ പറഞ്ഞാൽ നമ്മൾ ലസാനിയ ചീസ് ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യിപ്പിയാണ്. അപ്പോൾ 2 പാക്കറ്റ് ഈ വെള്ളത്തിലൂടെ ഇട്ട് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ച വെള്ളം നല്ല ഡ്രൈ ആക്കി എടുക്കണം. എന്താ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുള്ള നൂഡിൽസ് അതിലൂടെ ടേസ്റ്റ് മേക്കറും കൂടിയിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. നൂഡിൽസ് ഒരുപാടങ്ങ് വെന്ത് പോവില്ല. 5% എങ്കിലും വേവ് കുറവ് വേണം, കാരണം നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഏതാണ് ബേക്കിംഗ് ട്രേ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, അല്പം എണ്ണയോ ബട്ടറോ തേച്ചതിന് ശേഷം അതിലൂടെ നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച മാഗി ആദ്യം ഒരു ലെയർ ഇടാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതിനോട് നല്ല പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഇടാം. വൈറ്റ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ റെസിപ്പി വേണമെന്നവർ പോയി കാണണേ. അപ്പോൾ ഞാൻ വൈറ്റ് സോസിന് നല്ല തിക്കായിട്ടുള്ള ലെയർ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലോണം സെറ്റ് ചെയ്തതിന് ശേഷം അതിലൂടെ ഇനി മോസറല്ല ചീസിന് നല്ലൊരു ലെയർ ഷ്രെഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇതായിരിക്കും നമ്മൾ ബേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ചീസ് പുൾ ഇഫക്റ്റ് കിട്ടുന്ന ഒരു ഫാക്ടർ. നല്ലോണം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പ്രൊസസ്സർ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ആദ്യം മാഗി, പിന്നെ വൈറ്റ് സോസ്, പിന്നെ ഒത്തിരി മൊസറല്ല ചീസ് എല്ലാ ലെയേഴ്സും ചെയ്തതിന് ശേഷം സെറ്റ് ആവാൻ വേണ്ടി ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടേസ്റ്റ് മേക്കറോ ഒരഗാനോ ചില്ലി ഫ്ലേക്സും കൂടെ നല്ലോണം വിതറിയതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാൻ വയ്ക്കണം. 15 to 20 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ലസാനിയ നല്ലോണം ബേക്കായി കിട്ടും. അപ്പോൾ 15 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലസാനിയ പ്രോപ്പറായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഞാനിവിടെ 18 മിനിറ്റ്സിന് ശേഷമാണ് ഓപ്പൺ ചെയ്ത് നോക്കി. നല്ല ആവി പറക്കുന്ന നല്ല ചീസി ആയിട്ടുള്ള നമ്മുടെ ലസാനിയ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ചീസി ആയിട്ടുള്ള നമ്മുടെ ലസാനിയ. യിപ്പിയോ മാഗിയോ വീട്ടിലെടുപ്പുണ്ടോ എന്നാൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ഇറ്റാലിയൻ ലസാനിയ റെഡി. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഫുഡ് കൺഫെഷൻ ബൈ ഷിമി.